കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടിയിൽ ട്രെഞ്ച് നിർമ്മാണം പുരോഗമിക്കുന്നു. കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം എൽദോസ് കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ട്രെഞ്ച് നിർമ്മാണം വേഗത്തിലാക്കിയത്. ആനയെ പേടിച്ച് താമസിക്കാൻ കഴിയാതെ ഓരോ കുടുംബവും വീടൊഴിയുന്ന കാഴ്ചയാണ് കിണാച്ചേരിയിൽ കാണുന്നത്. കാട്ടാന ആക്രമണം മൂലം 65 കുടുംബങ്ങൾ താമസിച്ചിരുന്ന പ്രദേശത്ത് ഇപ്പോൾ പകുതിയിലേറെ വീട്ടുകാർ വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോയി. കാട്ടാന ഭീഷണി നിലനിൽക്കുമ്പോഴും നാട്ടുകാരുടെ ട്രെഞ്ച് നിർമ്മാണം എന്ന ആവശ്യം അധികൃതർ അവഗണിക്കുകയായിരുന്നു. എൽദോസ് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ ജനരോക്ഷം തണുപ്പിക്കുന്നതിനാണ് ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശമായ പിണവൂർക്കുടിയിൽ ട്രെഞ്ച് നിർമ്മാണം ആരംഭിച്ചത്. 2 വർഷം മുമ്പ് പിണവൂർക്കുടി ആദിവാസി കോളനിയിലെ സന്തോഷിനെ കാട്ടാന ആക്രമിച്ചു കൊന്നതിനെ തുടർന്ന് നൽകിയ വാഗ്ദാനമായിരുന്നു 8 കിലോമീറ്റർ ട്രെഞ്ച് നിർമ്മാണം. വൈകിയാണെങ്കിലും ട്രെഞ്ച് നിർമ്മാണം ആരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ട്രെഞ്ച് ഉടൻ പൂർത്തിയാക്കണമെന്നും പ്രദേശവാസിയായ രാമനും പഞ്ചായത്ത് അംഗങ്ങളായ സിബിയും ജോഷിയും പറഞ്ഞു. ഇതുവരെ തട്ടിത്തകർത്ത് ഇതുണ്ടല്ലേ മറിച്ചിട്ടിരിക്കണേ, ഇത് മൊത്തം മറിച്ച് മൊത്തം ഇത് എങ്ങനെയെങ്കിലും ഇത് പണി തീർന്നു. ഞങ്ങളെ കുഞ്ഞുങ്ങളും കുട്ടികളും ഒക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. എൽദോസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ട്രെഞ്ചിങ്ങിൻ്റെ പണി ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് പിണൂർക്കുടി വെളിയത്തുപറമ്പ് മേഖലയിൽ ഇന്നലെ തന്നെ ട്രെഞ്ചിൻ്റെ പണി ആരംഭിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പണി പൂർത്തീകരിച്ച് വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കി ഇനിയൊരു മരണം ഇവിടെ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം തുടരണം. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ സ്കൂളുകളിലേക്ക് ഒറ്റയ്ക്ക് പോകുന്ന വഴിയാണ് കണാച്ചേരി ഭാഗത്തുള്ളത്. എൽദോസിന്റെ മരണത്തോടെ കുട്ടികളെ സ്കൂളിൽ വിടുന്നത് പോലും രക്ഷിതാക്കളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി.